സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നന്ദനാണെങ്കിൽ എല്ലാ തെറ്റുകളും ദേവികയുടെ അടുത്ത് ഏറ്റു പറയുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. നമ്മളുടെ ദേവികയും ശാരികയും പറഞ്ഞ് രാധികയും മാധവനും നന്ദൻ ഒരാളെ കൊന്നു എന്നുള്ള സത്യം അറിഞ്ഞതും മാധവനാണെങ്കിൽ പറയുന്നുണ്ട് നന്ദമോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എങ്ങനെയെങ്കിലും നന്ദമോനെ രക്ഷിക്കണമെന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് അത് നന്നായി, ഒരു കൊലപാതകം ചെയ്ത ആളെയാണോ അച്ഛൻ രക്ഷിക്കണമെന്ന് പറയണതെന്ന് ചോദിക്കുമ്പോൾ നന്ദമോനൊരു പാവ, അവനൊക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇതങ്ങനെ നിസ്സാര കാര്യമൊന്നും അല്ല അച്ഛാ, എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ, അച്ഛൻ അതോർത്ത് ടെൻഷനാവണ്ട. അത് കേട്ടതും മാധവനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നാലും മോളുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നും പറഞ്ഞ് മാധവൻ സങ്കടത്തോടു കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് രാധിക വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഒരബദ്ധം പറ്റിയതല്ലേ, എങ്ങനെയെങ്കിലും നന്ദനെ രക്ഷിക്കാൻ നോക്കും മോളെ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട് ഇതെന്താ ഒരു കൊലപാതകം ചെയ്യുന്നതാണോ അബദ്ധം പറ്റണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും മോളോട് സത്യങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞില്ലേ, മോൾക്ക് ക്ഷമിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ക്ഷമിച്ചിട്ട് എന്താ കാര്യം, പോലീസും കോടതിയും നിയമവും നന്ദുവിനോട് ക്ഷമിക്കുമോ. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട് അതമ്മ പറയണത് നന്നായി, ഭർത്താവ് ഒരു തെറ്റ് ചെയ്തു അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെല്ലാം ക്ഷമിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം എന്നാണോ അമ്മ പറയണതെന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ മോൾക്ക് നന്ദൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും മോൾ അവനോട് പൊറുക്കണം, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് നന്ദനെ രക്ഷിക്കാൻ നോക്കണം എന്നൊക്കെ രാധിക പറയുമ്പോൾ ഇല്ലമ്മേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഹരിയങ്കളും അച്ഛനും കൂടി ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, ഇതിലെനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് ദേവിക അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരുന്ധതിനെ സി പിനെയാണ്. അരുന്ധതി സി പിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആകെ പ്രശ്നത്തിലാണ് സി പി എന്ന് പറയുമ്പോൾ മേഡം എന്താ ഇങ്ങനെ പേടിക്കണേ, മേഡത്തിന് നല്ല ധൈര്യമുള്ള ആളല്ലേ, ഇതുവരെ മേഡത്തിനെ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഇതിപ്പോൾ ഋഷിയുടെ കാര്യം, ഋഷിയാണെങ്കിൽ ചന്ദ്രോത്തുകാരെ തകർത്തേ അടങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക, നാളെ എന്തായാലും നന്ദനെ കോടതിയിൽ ഹാജരാക്കും, ആ സമയത്ത് കള്ളങ്ങളെല്ലാം പൊളിയും, പിന്നീട് ഞാൻ എങ്ങനെ എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് ചോദിക്കുമ്പോൾ സി പി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല മേഡം, ഞാൻ വിചാരിച്ചത് ഞാൻ പുറത്ത് പറയുന്ന ഓർത്ത് പേടിച്ചിട്ട് മേഡം എന്നെ വിളിച്ചതാണ്, എന്തായാലും ഋഷിയോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചു, ഋഷി അതൊന്നും അംഗീകരിക്കണില്ല, ഇനിയിപ്പോൾ നമുക്ക് തന്നെ ദേവികയോട് സത്യങ്ങളെല്ലാം പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ സി പി പറയുന്നുണ്ട് അത് വേണ്ട മേഡം, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഋഷി ഇപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്, അവനെങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല, ഋഷി എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്താൽ നഷ്ടം നമുക്ക് തന്നെയല്ലേ, അതുകൊണ്ട് ഇനി എന്താ വന്നിയെന്ന് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, മേഡം ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുന്ന നേരം അരുന്ധതി പറയുന്നുണ്ട് എനിക്കൊരു സമാധാനമില്ല സി പി, ഋഷിയുടെ കാര്യം ഓർത്തിട്ട് എൻ്റെ വിഷമം മുഴുക്ക എനിക്ക് എൻ്റെ നെഞ്ച് പൊട്ടി പോണ പോലെ തോന്നുക എന്നൊക്കെ പറയുമ്പം മേഡം ധൈര്യം കൈവിടരുത്, എന്ത് വന്നാലും നമുക്ക് നേരിടാൻ തയ്യാറായി നിൽക്കാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെയാണ്. നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുമ്പോൾ ദേവിക നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ദേവികയെ കണ്ടതും നന്ദൻ ചോദിക്കുന്നുണ്ട് ദേവി വന്നല്ലോ, എനിക്ക് സന്തോഷമായി, നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു റൂമിലിരുന്ന് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസാന അവസരമായിരിക്കും ഇത്, എന്തായാലും ദേവിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തു, പക്ഷേ ദേവിയോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ഞാൻ ദേവിയെ വഞ്ചിച്ചിട്ടില്ല, ദേവി എന്നെ വിശ്വസിക്കണം, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല, നാളെ എന്നെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പോലീസ് എന്നെ കോടതിയിൽ ഹാജരാക്കും, പിന്നെ അവിടുന്ന് നേരെ റിമാൻഡ് ചെയ്യുള്ളൂ, പിന്നെ ജയിലിൽ കിടക്കണ എന്നെ കാണാൻ ദേവി അങ്ങോട്ട് വരുമൊന്നും വേണ്ട, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം ദേവിയോട് പറയണം, ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ദേവിയെ വഞ്ചിച്ചിട്ടില്ല, അന്ന് ഈസബല്ല എന്നെ സഹായിച്ചതുകൊണ്ട് ഈസബല്ല പറയണതൊക്കെ എനിക്ക് അനുസരിക്കേണ്ടി വന്നു, അല്ലാതെ ദേവിയെ മറന്ന് ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിട്ടില്ല. ആ സമയത്ത് ദേവികയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീണ്ടും നന്ദൻ പറയുന്നുണ്ട് ദേവി എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ, ജയിലിൽ കിടക്കണേനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ ദേവി ഇതോർത്ത് സങ്കടപ്പെട്ടിരിക്കരുത്, ദേവി മുന്നോട്ട് ജീവിക്കണം, ദേവി ഇപ്പോൾ ഒരു MLA, ദേവിക്ക് നല്ലൊരു ഭാവിയുണ്ട്, എൻ്റെ കാര്യം പറഞ്ഞ് ദേവി സ്വന്തം ഭാവി തൊലച്ച് കളയരുത്, ദേവി നല്ല നിലയിൽ ജീവിക്കണം, എന്നെ മറക്കണം എന്നൊക്കെ പറയുമ്പം ദേവിക പറയുന്നുണ്ട് എനിക്കൊരിക്കലും നന്ദുവിനെ മറക്കാൻ പറ്റില്ല, നന്ദു എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, ഒരു കാലത്ത് നന്ദുവിനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, ആ സ്നേഹവും വിശ്വാസവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഇനി മരണം വരെ നന്ദു എൻ്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയായിരിക്കും. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ദേവി എനിക്കൊരു ആഗ്രഹമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എല്ലാവരും അവരുടെ ആഗ്രഹം പറയുമല്ലോ, അതുപോലുള്ളൊരാഗ്രഹം എനിക്ക് ദേവിയെ ഒന്ന് കെട്ടിപ്പിടിക്കണം. ആ സമയത്ത് ദേവികയാണെങ്കിൽ ഈ നന്ദനോട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. നന്ദൻ വേഗം തന്നെ ദേവികയെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതും ദേവിക നന്ദനോട് പറയുന്നുണ്ട് നന്ദു ധൈര്യമായിട്ടിരിക്കുക,
എല്ലാം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. എന്തായാലും ഞാനിപ്പോൾ പോട്ടെ എന്ന് പറയുമ്പം ദേവി പൊയ്ക്കോ, ദേവി ഇനി ഇവിടെ നിൽക്കണ്ട, എന്തായാലും ഞാൻ സ്റ്റേഷനിലേക്ക് പോണ സമയത്തൊന്നും ദേവി ഇവിടെ വേണ്ട, ദേവീനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും എന്ന് പറയുമ്പം ദേവിക നന്ദനോട് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴെ വന്നതും പ്രഭാവതി അവിടെ ഇരിക്കണം കണ്ടിട്ട് ദേവിക പ്രഭാവതിയുടെ അടുത്തേക്ക് എന്നിട്ട് അമ്മ എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ നീ പോവുകയാണോ, നന്ദൻ പോകുമ്പോൾ മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലൊരു ആശ്വാസമായിരുന്നു, നന്ദനും സമാധാനമായേനെ, എനിക്കൊരു സമാധാനം കിട്ടിയേനെ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാനിവിടെ ഇല്ലാതിരിക്കണതാണ് നന്ദുവിന് സമാധാനം, നന്ദു ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സ്വയം മനസ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇനി അതിനൊരു മാറ്റവും വരണ്ട, അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയുമ്പം എന്നാൽ നീയും പോ, എല്ലാവരും പോ, ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്തോളാം, എന്തായാലും നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ മോനെ ചതിക്കുമല്ലായിരുന്നോ, നിങ്ങളെല്ലാവരും ചേർന്ന് അവനെ രക്ഷിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഹരിയേട്ടനും സിദ്ധു നീയും കൂടി ചേർന്ന് എൻ്റെ മോനെ ജയിലിലേക്ക് വിടാനല്ലേ നോക്കണേ, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് അമ്മയെ പറയണേ, എന്തായാലും നന്ദു കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, എങ്ങനെയെങ്കിലും നന്ദുവിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനാണ് ഞങ്ങളെല്ലാവരും നോക്കണേന്ന് പറയുമ്പോൾ നീ അത് വെറുതെ പറയണതാ, നിനക്ക് നന്ദനോട് നല്ല പകയുണ്ട്, ആ ഇസബല്ലയുമായിട്ട് നന്ദന് അരുതാത്ത ബന്ധമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നിൻ്റെ പക, ആ പക വെച്ചാൽ നീ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ഞാനൊരു കാര്യം തെളിച്ച് പറയാം, ഇസബല്ലയായിട്ട് നന്ദനും ഒരു ബന്ധവുമില്ല, അന്ന് ആ കൊലപാതകം നടന്നപ്പം ആ സമയത്ത് ഇസബല്ലയും കെവിനും നന്ദനെ സഹായിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു നന്ദി കാണിച്ചതാ ഇസബല്ലയോട് നന്ദൻ, അല്ലാതെ ഇസബല്ല ഒരിക്കലും നന്ദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, നന്ദൻ്റെ മനസ്സിൽ എന്നും നീ മാത്രമേ ഉള്ളൂ, ഞങ്ങളും ഇസബല്ലയെ ഒരു കാരണവശാലും ഇവിടെ അംഗീകരിക്കുകയുമില്ല, കഴിഞ്ഞ ദിവസം തന്നെ ഇസബല്ല ഇവിടെ വന്നപ്പം ഞാനും സിദ്ധുവും കൂടി അവളെ ആട്ടി ഇറക്കി വിടും പോലെ ഇവിടുന്ന് ഇറക്കി വിട്ടത്, ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടരുതെന്നും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇസബല്ല ഒരിക്കൽ പോലും ഇങ്ങോട്ട് വരില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതൊന്നും അല്ല അമ്മ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ നന്ദു ചെയ്തിരിക്കുന്നത് വലിയൊരു കുറ്റ, അത് നമുക്കങ്ങനെ മറച്ചു വെച്ച് നന്ദുവിനെ രക്ഷിക്കാനൊന്നും പറ്റില്ല, ഇത് പിന്നെ എൻ്റെ തീരുമാനമല്ലല്ലോ ഹരിയങ്ങളുടെയും അച്ഛൻ്റെയും തീരുമാനമല്ലേ എന്ന് ചോദിക്കുമ്പം നീയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഹരിയേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്, ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളെല്ലാവരും ചേർന്ന് നന്ദനെ രക്ഷിച്ചെടുക്കുന്ന, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് കൂടെ കൂടിയിട്ട് ചതിക്കുമായിരുന്നു എന്ന്, അവസാന നിമിഷം അല്ലേടി നീ ഈ ചതി പുറത്തെടുത്തേന്ന്, ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ ഇങ്ങനെ എന്തു പറയണമെന്നറിയില്ല, പ്രഭാവതിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും കൊണ്ടാണ് ഇതെല്ലാം പ്രഭാവതി പറയുന്നത്, സത്യങ്ങളെല്ലാം പ്രഭാവതിക്ക് അറിയാം, പക്ഷേ ദേവികയെ തന്നെ കുറ്റപ്പെടുത്താണ് ചെയ്യുന്നത്, ആ സമയത്ത് ദേവിക ഞാനിപ്പോൾ അമ്മയോട് എന്ത് പറയാനാ, എന്തായാലും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അമ്മ പാവം എന്നെ കുറ്റപ്പെടുത്തണേ എന്തിനാന്ന് ചോദിക്കുമ്പം പ്രഭാവതി ആണെങ്കിൽ ഞാൻ ഇനി ഒന്നും പറയണില്ല, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, അങ്ങനെ ദേവിക പോകാമെന്ന് വിചാരിച്ച് വരുമ്പം ഈ പ്രഭാവതി കരയണ കണ്ടിട്ട് പ്രഭാവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണേ, അമ്മ സങ്കടപ്പെടണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും, നന്ദനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്കാം അമ്മേന്ന്, ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എങ്ങനെ രക്ഷിച്ചെടുക്കുമെന്നാണ് പറയുന്നത്, നാളെ സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോടതിയിൽ അവർ ഹാജരാക്കും, കോടതിയിൽ നിന്ന് നേരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കും, പിന്നെ എൻ്റെ മകനൊരു ജീവിതം ഉണ്ടാവില്ല, നീയും അത് തന്നെയല്ലേ ആഗ്രഹിച്ചത്, നിൻ്റെ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് നീ എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കണേന്നൊക്കെ വീണ്ടും പ്രഭാവതി പറയുമ്പോൾ അമ്മ വീണ്ടും വീണ്ടും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണത് എന്തിനാ അമ്മേ, തെറ്റ് ചെയ്തതെല്ലാം അമ്മയുടെ മകനല്ലേ, അതുമാത്രമല്ല അത് അന്നേ ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളാവില്ലായിരുന്നു, അന്നേ നമുക്കത് പരിഹരിക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയില്ലേ, മരിച്ചതും ഒരമ്മയുടെ മകനാ, അതും അമ്മ ഓർക്കണം, നമ്മൾ നന്ദനെ രക്ഷിച്ചെടുക്കാൻ നോക്കുമ്പം ആ ഒരു അമ്മയ്ക്ക് ആ നീതി കിട്ടാതെ പോണേന്ന്, ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകൻ്റെ കാര്യം മാത്രമേ പ്രധാനമുള്ളൂ, വേറൊരു അമ്മേനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല, എൻ്റെ മാനസികാവസ്ഥ ഇപ്പം അങ്ങനെയാണ്, നീ ഒരു അമ്മയാവുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതമ്മ പറയുന്നത് നേരെ, ഒരമ്മയുടെ മനസ്സ് ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, എന്തായാലും അതുകൊണ്ട് തന്നെ അമ്മ അരുന്ധതി മേഡത്തിൻ്റെ മനസ്സും കൂടി മനസ്സിലാക്കണം, നമ്മൾ നന്ദുവിനെ സ്റ്റേഷനിൽ ഹാജരാക്കിയെന്ന് വിചാരിച്ച് നന്ദുവിനെ അവർ നേരെ ജയിലിലേക്ക് വിടുവൊന്നുമില്ല, കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അന്വേഷണവും തെളിവെടുപ്പും എല്ലാം നടക്കും, അതിനുശേഷം ഇതിനകത്തൊരു തീരുമാനത്തിലെത്തുള്ളൂ, ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും നന്ദുവിനെ രക്ഷിച്ചെടുക്കാൻ നോക്കാം അമ്മേന്ന്, ആ സമയം പ്രഭാവതിയാണെങ്കിൽ നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, സിദ്ധുവിനെ ഹരിയേട്ടനെ നിന്നെ ഒന്നും വിശ്വാസമില്ല, എൻ്റെ മകന് ഞാൻ മാത്രം മതി, എന്തായാലും
എന്തായാലും നാളെ അവൻ ഇവിടുന്ന് പോണ സമയത്ത് നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാനിവിടെ ഇല്ലാതിരിക്കണതാണ് നന്ദുവിന് നല്ലത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ നന്ദു ആകെ തകർന്നു പോകും. പിന്നെ നന്ദുവിന് സമാധാനമായിട്ട് പോകാൻ പറ്റില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്നാൽ നീ പോയിക്കോ, എനിക്കിവിടെ ആരും വേണ്ട, ഞാൻ എല്ലാം സഹിച്ചോളാം എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്ത് പറയണമെന്ന് അറിയാതെ ദേവിക ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ ചന്ദ്രോത്തുള്ളവർ വിചാരിക്കണ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ വന്നത്. ഋഷിയും ഇസബെല്ലയും കെവിനും കൂടി നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.